രണ്ടു ദിവസമായിട്ട് ഇവിടെ പെരുമഴയാണ് കേട്ടോ. ഇവിടെ നിന്നല്ല എല്ലായിടത്തും മഴയാണെന്നാ കേട്ടത്. കർക്കിടം കഴിഞ്ഞൊന്നും മഴ അറിഞ്ഞിട്ടില്ല തോന്നുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഈ മഴ കാരണം നമുക്ക് ഇപ്രാവശ്യത്തെ പയറിൽ തീരെ വിളവ് കിട്ടിയിട്ടില്ല. അവിടെയും വേണ്ടി ഓരോ പയറുണ്ടായി എന്നല്ലാതെ കാര്യമായിട്ടൊരു വിളവ് നമുക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം പയറുണ്ടായപ്പോൾ ഭയങ്കര ചെള്ളിൻ്റെ ശല്യം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം ഇലക്കൊന്നും ഒരു കേടുമില്ല, നല്ല ഇലയൊക്കെയാണ്. പക്ഷേ എന്ത് പറയാനാ, പയറില്ല. ഇലയും ഇല്ല പയറും ഇല്ലാത്തൊരവസ്ഥയായിരുന്നു. അത്രക്കും ശോകമായിട്ടാണ് ഉണ്ടായത്. കാരണം മഴ വിത്തിട്ട് അന്ന് തൊട്ട് പെയ്ത് തുടങ്ങിയ മഴ. പിന്നെ അതിൻ്റെ ഇടയിലൊരു തക്കം കിട്ടിയപ്പോഴാണ് ഒന്ന് ഉണ്ടായി ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാ വീണ്ടും മഴയായിരുന്നു. ഇപ്പോൾ ഇതാ പൂവൊക്കെ നല്ലോണം പൂവിട്ട് നിൽക്കുകയാണ്. പക്ഷെ എന്ത് ചെയ്യാനാ, മഴ വീണ്ടും പെയ്തു. അപ്പോൾ ഒക്കെ പോവാൻ മതിയാവും, കാരണം അത്രക്കും മഴയാണ്. ഏതായാലും നമുക്ക് നമ്മളെ വീട്ടിൽ ഓണം കഴിക്കാൻ കിട്ടുമെന്ന് തോന്നുന്നില്ല. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വിഷു കഴിച്ചത് നമ്മളെ പയറിനോണ്ടായിരുന്നു കേട്ടോ. ഇപ്രാവശ്യം അത് ഒരു ഒടിപ്പയറായിരുന്നു, എന്നാലും നല്ല പയറായിരുന്നു ഇപ്രാവശ്യം. പക്ഷെ നമുക്ക് ഓണത്തിന് പയർ കിട്ടും തോന്നുന്നു. പക്ഷെ പൂത്ത് തുടങ്ങുന്നുണ്ട്. പക്ഷെ ഈ മഴക്കൊരു ശമനം ഉണ്ടായാലല്ലേ ഇതൊന്ന് ഉണ്ടായി വരുള്ളൂ. എന്ത് ചെയ്യാനാ, നമുക്ക് എന്തായാലും ഇപ്രാവശ്യം കിട്ടിയ പയറുണ്ടല്ലോ. പയർ ഉണ്ടായതൊക്കെ നല്ല വലിയ പയറുകളാണ് കേട്ടോ. നല്ല നീളവും ഒക്കെ ഉള്ള പയറാണ്. എന്തായാലും നമുക്ക് ഓരോ നേരം ഉപ്പേരി വെക്കാനുള്ള പയർ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. അതന്നെ ഭാഗ്യം.